സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 3യുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 72/2026 ആണ്. ആദ്യത്തെ ചോദ്യം, ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഷോട്ടുഗായ്. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. യൗധേയർ. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സാന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ധാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ. വൈകുണ്ഠ സ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഡൗസൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശി അച്ചടിശാല. സെന്റ് ജോസഫ് പ്രസ്. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബൂഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. സമ്പൂർണ്ണ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു ഉയർത്തപ്പെട്ട തീരസമതലമാണ്. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. ഉത്തരം ഓപ്ഷൻ D ആണ്. 1-3 ശരിയാണ്. 1-3 ശരിയാണ്. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖല ഏത്? സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ബങ്കർ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഖദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്.
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ബെൽഹാം സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. തന്നിരിക്കുന്നു. സർക്കാർ പത്രക്കുറിപ്പുകൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ. പരിധിയിൽ വരാത്തത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞതുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കോവറാൻഡോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 3. ചിന്നാർ, പെരിയാർ വന്യജീവി സങ്കേതം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 2 ശരിയാണ്. തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 3 മാത്രം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട തടാകം. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്? നീണ്ടകര. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 ശരി. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന? വാല സമുദായ പരിഷ്കരണ സഭ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട? ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്.
പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3, 4. 1, 3, 4. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യൻ എന്ന ആപ്തവാക്യം. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ആദ്യത്തെ മിശ്ര ബോധന സംരംഭമായി ആരംഭിച്ച സാമൂഹിക സംഘടന സഹോദര പ്രസ്ഥാനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം അസർബൈജാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് AK ഗോപാലൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥകളെ കുറിച്ച് ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA ഉള്ളതും RNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമീൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം സി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. റേച്ചൽ കാർഡ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം DDT. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിൽ ആണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? 18. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? വസ്തുവിന്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതന കോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂളാണ്? 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കോബാൾട്ട്-60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 110. 82 ഓപ്ഷൻ ബി 120. 83ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് 0.0793. 84ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി 1. 84 ഓപ്ഷൻ സി 1. 84 ഓപ്ഷൻ സി 1. 85ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 0. 86ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് 60 km/മണിക്കൂർ. 87ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി 10. 88 ഓപ്ഷൻ എ 15/28. 89ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി 65. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 128. 91ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് 42. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് 120. 93 ഉത്തരം ഓപ്ഷൻ ഡി ആണ് 70.
94 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2/10. 95-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, 60. 96 ഓപ്ഷൻ സി, 42. 97 ഓപ്ഷൻ ഡി, 500. 98-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി, 730. 99 ഓപ്ഷൻ സി, 5. 100-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി, 66. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.